അവിടുത്തെ അളവറ്റ സ്നേഹം ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ ഓരോ നിമിഷവും തൊട്ടുകൊണ്ടിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെട്ട ആ പിതാവിൻ്റെ നിത്യസ്നേഹം ഇന്നും വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ആ സ്നേഹത്തിന് ഇന്നും ഒരു മാറ്റമില്ലാതെ വിശ്വസിക്കുന്നവന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ കീഴിൽ നമുക്കൊരു നിമിഷം കൂടെ, ഒരു സമയം ഒരുമിച്ച് കൂടി ആയിരിക്കാൻ തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് അവൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയൊരു എൻ്റെ പിതാവിൻ്റെ സ്നേഹം, അല്ലെങ്കിൽ അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഉറപ്പ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന സ്നേഹം ഒരു മനുഷ്യൻ്റെ വാക്കിനാലോ ഈ ഭൂമിയിൽ എഴുതപ്പെട്ട ഒരു അവർണ്ണനീയമായ വാക്കിനാലോ വിവരിക്കാൻ കഴിയാത്തതാണ്. ആ സ്നേഹം ഒരു മനുഷ്യനെ എപ്പോഴും തേടിക്കൊണ്ടേയിരിക്കുന്നു. വചനം പറയുന്നു, കാൺമിൻ, നിങ്ങൾ ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ ലേഖനം പറയുകയാണ്, നിങ്ങൾ നോക്കണം, നിങ്ങൾ ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നിങ്ങൾ ദൈവ മക്കളാണ്, കാരണം അവൻ നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നു. ദാസനെ സ്നേഹിക്കുന്നത് പോലെ അല്ല എൻ്റെ ദൈവം നിങ്ങളെ സ്നേഹിച്ചത്. ഒരു ദാസൻ ഒരു വീട്ടു ജോലിക്കാരനെ തൻ്റെ യജമാനൻ പരിപാലിക്കുന്നത് പോലെ അല്ല കർത്താവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച്. വചനം പറയുന്നു, പെറ്റ അമ്മ നിന്നെ മറന്നാലും അവൻ നിന്നെ മറക്കുകയില്ല. അവൻ നമ്മളോട് സമീപിച്ചത്, അവൻ നമ്മോട് അടുത്തു വന്നത് നാം ദാസനും അവിടെ നിന്ന് യജമാനനും ആയതുകൊണ്ടല്ല, നാം അവൻ്റെ മക്കളും അവിടെ നിന്ന് നമുക്ക് നല്ലൊരു പിതാവായതുകൊണ്ടാണ്. ആമേൻ. അതുകൊണ്ട് അവൻ നമ്മെ അധികമായി സ്നേഹിക്കുന്നു. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏകനായിരിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവരുമുണ്ട്. അമ്മയുണ്ട്, അപ്പനുണ്ട്, ചാർച്ചക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ വരും. ഹല്ലേലൂയ. ഒറ്റപ്പെടുന്ന ഒരവസ്ഥ വരും. എനിക്ക് അമ്മയുണ്ടെന്ന് പറഞ്ഞാലും, എനിക്ക് എൻ്റെ അപ്പനുണ്ടെന്ന് പറഞ്ഞാലും, എനിക്ക് വേണ്ടി എവിടെ വരാൻ എൻ്റെ കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞാലും, ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞാലും, ആർക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത പല നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമ്മൾ ഒറ്റയ്ക്കായിപ്പോയി. ഇന്ന പ്രശ്നത്തിൽ അയാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇന്ന സാഹചര്യത്തിൽ ആ വ്യക്തി എന്നോട് ഒരു വാക്ക് സംസാരിച്ചിരുന്നുവെങ്കിൽ എന്ന് കരുതുന്ന പല നിമിഷങ്ങളിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ആര് സഹായമായി നിന്നില്ലേലും, നിങ്ങളെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, നിങ്ങളെ ആരൊക്കെ വെറുത്തോട്ടെ, ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചാലും, നിങ്ങളെ ഉപേക്ഷിക്കാത്ത, നിങ്ങളെ തള്ളിക്കളയാത്ത, നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മോട് പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 18-ാം വാക്യം നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഹല്ലേലൂയ. ഇന്ന് സ്വർഗത്തിന് അവൻ്റെ മക്കളെ നോക്കി പറയാനുള്ള ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും ദൈവം നിന്നോട് സംസാരിക്കുന്നു, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. നിനക്ക് ആരില്ലേലും, ആരും നിന്നെ യഥാർത്ഥമായി അറിയുവാൻ കഴിയാത്ത നിമിഷങ്ങളിലും, ആര് നിന്നെ തള്ളി കളഞ്ഞാലും, ആരൊക്കെ നിനക്ക് ചുറ്റും നിന്ന് കുറ്റം വിധിച്ചാലും, ഞാൻ നിന്നോട് പറയുന്നു, എൻ്റെ ദൈവമോ നിൻ്റെ അടുത്ത് വരും. എൻ്റെ ദൈവമോ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ ദൈവമോ നിനക്ക് വേണ്ടി ഇടപെടും. കാരണം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു, പെറ്റമ്മ നിന്നെ തള്ളിയാലും ഞാൻ തള്ളുകയില്ല. നോക്കിയേ,
ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ കണ്ട ഏറ്റവും വലിയ സ്നേഹം തൻ്റെ അമ്മയിൽ നിന്നാണ്. ആ അമ്മ 10 മാസം ഒരു കുഞ്ഞിനെ പരിപാലിച്ച് പ്രസവിക്കുമ്പോൾ ആ അമ്മയുടെ കണ്ണോടുന്നത്, അമ്മയുടെ കാതോടുന്നത്, ആ അമ്മയുടെ പരിപാലനം മൊത്തവും ആ മകനിലാണ്. ഹല്ലേലൂയ. ആ അമ്മ നിന്നെ തള്ളിക്കളഞ്ഞാലും 10 മാസം നിന്നെ പോറ്റി വളർത്തി കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്ന അമ്മ പല നിമിഷങ്ങളിലും നിന്നെ തള്ളിപ്പറയുമ്പോഴും ഇതുപോലുള്ള ഗാഢമായ ബന്ധങ്ങളിൽ നിന്നും നിന്നെ മാറ്റി നിർത്തുമ്പോഴും ഹല്ലേലൂയ, നിന്നെ മാറ്റി നിർത്താത്ത, നിന്നെ മാനിക്കുന്ന, നിന്റെ കുറവുകളെ നന്നായിട്ടറിഞ്ഞ് നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. ഈ ലോകത്തിലെ സ്നേഹത്തെ നിങ്ങൾക്കറിയാമല്ലോ. ഈ ലോകത്തിലെ സ്നേഹം നിന്റെ കുറവുണ്ടെങ്കിൽ നിന്നെ സ്നേഹിക്കത്തില്ല. നിനക്ക് മോശമായ ഒരു പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നടന്നാൽ അവർ നിന്നെ തള്ളിക്കളയും, അവർ നിന്നെ മാറ്റി നിർത്തും. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവമോ നിന്നെ മാറ്റി നിർത്തത്തില്ല, അവൻ നിന്നെ തള്ളിക്കളയത്തില്ല. നീ മോശമുള്ളൊരു വ്യക്തിയായിരുന്നാലും, നീ ലോകത്തിലെ ഏറ്റവും വലിയ നീചനെന്ന് പറഞ്ഞാലും, ഏറ്റവും വലിയ ദുഷ്ടനെന്ന് നിന്നെ തന്നെ നീ പറഞ്ഞാലും, വചനം പറയുന്നു അവൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. അതിനുദാഹരണമാണ് നമ്മുടെ പൗലോസ്. ശൗൽ എന്ന മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടനാണ് ഞാൻ, പാപികളിൽ ഒന്നാമൻ. എന്നാലോ എൻ്റെ പിതാവിൻ്റെ സ്നേഹത്താൽ അവൻ എന്നെ അവൻ്റെ ശുശ്രൂഷകനാക്കി വെച്ചു. അവൻ്റെ സ്നേഹത്തെ മറ്റൊരിലേക്ക് പകരുവാൻ ഒരു പാത്രമാക്കി എന്നെ ഉപയോഗിച്ചു. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഒന്ന് തിരിച്ചറിയുക, ആരും നിങ്ങളുടെ കൂടെ ഇല്ലേലും, ആരും നിങ്ങൾക്ക് സഹായമായില്ലേലും ഈ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഈ ദൈവം നിങ്ങളോട് സംസാരിക്കും. ആര് നിങ്ങൾക്കില്ലേലും നിങ്ങൾ സന്തോഷിപ്പിൻ. നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾ യഥാർത്ഥമായി സന്തോഷിപ്പിൻ. നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ യഥാർത്ഥമായി നിങ്ങൾ ആനന്ദിപ്പിൻ. കാരണം ലോകത്തിൻ്റെ കരം നിന്നെ വിട്ടോടുമ്പോൾ സ്വർഗത്തിൻ്റെ കരം നിന്നെ മാനിക്കും, സ്വർഗത്തിൻ്റെ കരം നിന്നെ പൊതിയും. ആരൊക്കെ ഉപേക്ഷിച്ചാലും അവൻ നിന്നെ ചേർത്ത് പിടിക്കും. ആ പൂർണ്ണ ബോധ്യത്തോടെ മുന്നോട്ട് പോകുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എവിടെ നിന്ന് സഹായം വരുമെന്ന് 4 ദിക്കിലോട്ട് നീ നോക്കരുത്. നിന്റെ സഹായകൻ നിന്റെ ജീവിതത്തിൽ നിന്റെ കൂടെ തന്നെയുണ്ട്. ആമേൻ. എനിക്ക് ഏത് പള്ളിയിലെ പാസ്റ്റർ വരും, ഏത് വ്യക്തി എനിക്ക് സഹായമായി വരും, ഏത് ശുശ്രൂഷകൻ എൻ്റെ അടുത്ത് വന്ന് എന്നെ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് നീ ചിന്തിക്കരുത്. ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും നിൻ്റെ ജീവിതത്തിനകത്ത് നിനക്ക് ആ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ അടുത്തൊരു ദൈവമുണ്ട്, നിൻ്റെ കൂടെ ഈ ദൈവമുണ്ട്. വചനം പറയുന്നു, ഞാൻ നിൻ്റെ കൂടെ എല്ലാ നാളും ഇരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ദൈവവചനം നമ്മോട് പറയുന്നു, അവൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും ഒന്നായിരിക്കുന്നു. അതിനർത്ഥം നീ ഏകനല്ല. പ്രശ്നത്തിൻ്റെ മധ്യേ നീ ഏകനല്ല, സാഹചര്യത്തിൻ്റെ മധ്യേ നീ ഏകനല്ല. നിൻ്റെ കൂടെ സർവശക്തനായ ദൈവമുണ്ട്. അവൻ നിൻ്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം നീ പരാജയപ്പെടുകയില്ല. ഒരു പ്രശ്നത്തിന് നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. ഒരു സാഹചര്യവും നിന്നെ വിഴുങ്ങത്തില്ല. നീ അവൻ്റെ മകനാണ്. അവൻ നിന്നെ വിളിക്കുന്ന പേര് മകനെ എന്നാണ്. ദാസനെന്നല്ല നിന്നെ വിളിക്കുന്നേ. ദാസനെന്നല്ല നിന്നോട്, ദാസത്വത്തിൻ്റെ വാക്കുകളല്ല പിതാവ് നിന്നോട് സംസാരിക്കുന്നത്. എൻ്റെ ദൈവം നിന്നോട് സംസാരിക്കുന്നത് പുത്രത്വത്തിൻ്റെ വാക്കുകളാണ്. നീ അധികാരമുള്ളവനാണ്, നീ സകലത്തെയും വാഴുന്നവനാണ്. ദൈവം നിന്നെ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. പൂർണ്ണ തിരിച്ചറിവുണ്ടാകണം. നീ അനാഥനല്ല, നിന്നെ അവൻ അനാഥനായി വിടുകയില്ല. നീ നിന്നോട് തന്നെ പറഞ്ഞാലും, ഓ ഞാൻ അനാഥനാണ് നീ നിന്നോട് തന്നെ പറഞ്ഞാലും, ദൈവം നിന്നെ നോക്കിയിട്ട് പറയും, ദൈവം നിന്നെ മാറോട് ചേർത്തിട്ട് പറയും, നീ അനാഥനല്ല, നീ അനാഥനല്ല, നീ അനാഥനല്ല. നീ നിന്നെക്കുറിച്ച് കാണുന്ന കാഴ്ചപ്പാടുകളെ നീ മാറ്റുക. ദൈവവചനം എന്താണോ നിന്നോട് സംസാരിക്കുന്നത് അതിനെക്കുറിച്ചൊരു ബോധ്യം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. വചനം എപ്പോഴും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആ വചനം എപ്പോഴും നിന്നോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് എപ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ എവിടെ ഇരുന്നാലും നശിച്ചു പോകത്തില്ല. ഒരു പക്ഷേ ഒരു ഐഡൻറ്റിറ്റിയും നിനക്കില്ലായിരിക്കാം, ലോകപരമായി ഒരു കഴിവും നിനക്കില്ലായിരിക്കാം. എന്നാൽ എൻ്റെ കർത്താവ് പറയുന്നു, ഒരു യോഗ്യതയില്ലാത്തവനെ,
അയോഗ്യനെ യോഗ്യനാക്കി തീർക്കുന്നത് ഞാനാണ്. ഏത് മൺപാത്രത്തെയും, ഉടഞ്ഞു പോയ മൺപാത്രത്തെ ഏറ്റവും മനോഹരമായി പണിയുന്നത് ഞാനാണ്. നീ എൻ്റെ അടുത്തുണ്ട്, നീ എൻ്റെ അടുത്തുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ തിരിച്ചറിയുക, ദൈവം ഇന്ന് എന്നും നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ടല്ലേ വചനം പറയുന്നേ, അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം, ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ. അവൻ സ്വർഗം വിട്ട് ഇറങ്ങിയത് നമ്മോട് കൂടെ ജീവിക്കാനാ, നിന്നോട് കൂടെ ജീവിക്കാനാ. അതുകൊണ്ട് ഓരോ ദിവസവും നിൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ സമയവും യേശുവിലൂടെ കടന്നു പോട്ടെ, യേശുവിലൂടെ കടന്നു പോട്ടെ. അവന് വേണ്ടി നിൻ്റെ സമയത്തെ വിട്ടുകൊടുക്ക്, അവന് വേണ്ടി നിൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്ക്, അവന് വേണ്ടി നിൻ്റെ ജോലിയെ വിട്ടുകൊടുക്ക്. എല്ലാം യേശുവിലൂടെ കടന്നു പോട്ടെ. നീ കാണുന്ന ഈ ലോകത്തെ നീ കാണുന്നത് യേശുവിലൂടെ കാണുക. യേശു നിൻ്റെ ജീവിതത്തിലുണ്ട്. നിൻ്റെ ശരീരം നിന്നോട് ചേർന്നിരിക്കുന്നതിനേക്കാൾ അധികമായി ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ചേർന്നിരിക്കുന്നു. ആ തിരിച്ചറിവ് നിനക്കുണ്ടാകട്ടെ. ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഏത് കൂരിരുൾ താഴ്വരയിലും അവൻ നിൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. നീ ഏത് സാഹചര്യത്തിൻ്റെ മധ്യയും നിൻ്റെ ഇടതും വലതും അവൻ്റെ മഹത്വമുണ്ട്, അവൻ്റെ കരമുണ്ട്. നിന്നെ സേവ ചെയ്യുവാൻ സ്വർഗീയ ദൂതന്മാരുണ്ട്. ഇതാണ് സ്വർഗത്തിൽ ജനിക്കുന്ന ഒരു മകനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ സത്യം. ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഏകനല്ല. അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമുള്ളത്, അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധമുള്ളത്. അവനെ നശിപ്പിക്കുവാൻ, അവനെ തളർത്തുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. കാരണം അവൻ അനാഥനല്ല, അവന് ഒരു അപ്പനുണ്ട്. ആകാശത്തെയും ഭൂമിയെ നിർമ്മിച്ച സർവശക്തനായ ദൈവം, അവനൊരു സൈന്യമുണ്ട്. ഈ ലോകത്തിലെ സൈന്യത്തെക്കാൾ 1000 മടങ്ങ് വലിപ്പമുള്ള സൈന്യം. അതുകൊണ്ട് അവൻ വീണു പോകത്തില്ല. ഇന്ന് എൻ്റെ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകത്തില്ല. കാരണം ദൈവം അവനെ അധികമായി സ്നേഹിക്കുന്നു, തൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു, മറ്റാരേക്കാൾ അവൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവ് നിന്നെ അധികമായി സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിനകത്ത് നിറയപ്പെടുക, ആ സ്നേഹത്തെ തിരിച്ചറിയുക. ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിൽ സുബോധമുള്ളവരായിരിക്കുക. ആമേൻ.